അണിഞ്ഞൊരുങ്ങാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങിയാണ് പോവുക അല്ലേ? അപ്പോൾ കോൺഫിഡൻസ് ലെവലൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പലരെയും കാണും. ചിലർ നിങ്ങളെ കാണുമ്പോൾ പെട്ടെന്ന് ചോദിക്കും, ഇതെന്താ ഇങ്ങനെ, ഈ ഡ്രസ്സ് നിനക്ക് ഒട്ടും ചേരില്ല കേട്ടോ, അയ്യേ ഈ ഹെയർ സ്റ്റൈൽ എന്താ ഇങ്ങനെ ആക്കിയിരിക്കുന്നത്, ഇത് നിങ്ങളുടെ മുഖത്തിന് തീരെ ചേരില്ല. ഇങ്ങനെ പല തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും, ഇതെന്താ ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന്. ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ വല്ലാണ്ട് ഡൗൺ ആവും, നിങ്ങളുടെ മുഖമൊക്കെ മാറും. പിന്നീട് നിങ്ങൾ ചെയ്യുന്ന കാര്യമൊന്നും അത്ര കറക്റ്റായി എന്ന് വരില്ല, കാരണം നിങ്ങൾ ഓൾറെഡി ഡൗൺ ആയി. ഇനി ചില ആളുകൾ നിങ്ങളെ കാണുന്ന സമയത്ത് പറയും, ദാ ഈ ഡ്രസ്സ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, ഈ ഹെയർ സ്റ്റൈൽ അടിപൊളിയാണ്, ഇത് നിങ്ങൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ വല്ലാതെ ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങി പോകും. ഞാനാണ് ഏറ്റവും സുന്ദരൻ അല്ലെങ്കിൽ ഏറ്റവും സുന്ദരി എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. വല്ലാണ്ട് കോൺഫിഡൻസ് ലെവൽ ഇങ്ങനെ കൂടുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ആദ്യം പറഞ്ഞ കേസ് പറയാം. അതായത് ചിലവർ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് വളരെയധികം നെഗറ്റീവായിട്ട് പറയും. ഇതേ ആളുകൾ നമ്മളെ അടുത്തുനിന്ന് നെഗറ്റീവ് കമൻസ് ഒക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടാവും, നല്ലതൊക്കെയാണ്, പക്ഷെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, അങ്ങനെ ഷൈൻ ചെയ്ത് പോകണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അയാൾ നടന്നു പോകുന്നുണ്ടാവുക. നമ്മൾക്കറിയില്ല. രണ്ടാമത്തെ കേസ് ഞാൻ പറയാം. ചില ആളുകൾ നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ വല്ലാതെ അങ്ങ് പൊങ്ങിപ്പോകും. ഇതേ ആളുകൾ തൊട്ടപ്പുറം പോയിട്ട് മറ്റൊരാളോട് സംസാരിക്കുന്നത് എങ്ങനെയായിരിക്കും എന്നറിയോ? നമ്മളെ പറ്റിയിട്ട് മോശമായിട്ടായിരിക്കും. നോക്കൂ, അത് നോക്കിയേ, അയ്യേ എന്താണ്, എന്ത് ഡ്രസ്സിങ് ആണ്, എന്ത് ഹെയർ സ്റ്റൈലാണ് എന്നൊക്കെ ആയിരിക്കും അപ്പുറം പോയിട്ട് അയാൾ പറയുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആരെങ്കിലുമൊക്കെ നിങ്ങളെപ്പറ്റി കമൻറ്റ് പറയുന്ന സമയത്ത്, കമൻറ്റ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ അങ്ങ് പൊങ്ങിപ്പോവാനോ അല്ലെങ്കിൽ ആരെങ്കിലും നെഗറ്റീവായിട്ട് പറയുന്ന സമയത്ത് അങ്ങ് താഴ്ന്നു പോകാനോ പാടില്ല. നിങ്ങൾക്ക് സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റണം. ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്ന രീതിയിൽ നിങ്ങൾ അണിഞ്ഞൊരുങ്ങി നടക്കുക. നാലാളെ പറയുന്നത് കേട്ടിട്ട് വല്ലാണ്ട് ഡൗൺ ആവാനോ വല്ലാണ്ട് പൊങ്ങിപ്പോവാനോ നിൽക്കരുത്. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് അതേപോലെ ഉണ്ടാവണം. താഴോട്ടോ മേലോട്ടോ അധികം പോകണ്ട. കൂടുതൽ കോൺഫിഡൻസ് ആയിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റണം. അങ്ങനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉറപ്പാണ്. അല്ലാണ്ട് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് പെട്ടെന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്ന ഒരു സ്വഭാവമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുന്ന സമയത്ത്. പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇങ്ങനെയുള്ള നിരവധി അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങളുടെ അനുഭവങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ.